ഹരി ഓം. ജരാസന്ധൻ്റെ തടവിൽ കിടന്ന് ക്ലേശം അനുഭവിച്ചിരുന്ന രാജാക്കന്മാർ ഭഗവാനെ ആശ്രയിച്ച് സ്തുതിക്കുന്നു. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമോ ഭവഭീതാ പൃഥക്തിയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 85 ജരാസന്ധവധവും ശിശുപാലവധവും. വൃത്തം പൃഥ്വി. ശ്ലോകം 1. തതോ മഗധഭൂഭൃതാചിരനിരോധസംക്ലേശിതം ശതാഷ്ടകയുധായുധദ്വിതയമീശ ഭൂമിഭൃതാം അനാഥശരണായദേകമപി പൂരുഷം പ്രാഹിണോത് അയാചത സമാഗതക്ഷപണമേവ കിം ഭൂയസാ. തഥോ പിന്നെ, മഗധ ഭൂഭൃത മഗധഭൂമിയെ ഭരിക്കുന്ന ആൾ, മഗധ രാജാവ്, ചിര വളരെ കാലമായി, നിരോധ സംക്ലേശിതം നിരോധിക്കപ്പെട്ട് തടങ്കലിലായി വളരെ ക്ലേശിച്ചു കൊണ്ടിരുന്ന, ശത അഷ്ടക 100 ഗുണം 8 800, യുധം ചേർന്ന്, അയുധ ദ്വിതയം 2 ഗുണം 10,000. ആയുധം എന്നാൽ 10,000, 2 ഗുണം 10,000 20,000. ശതാഷ്ടക യുധായുധ ദ്വിതയം 100 × 8 പ്ലസ് 10,000 × 2 20,800. ഈശ, ഹേ ഈശ്വര, സർവശക്തനായ ശ്രീ ഗുരുവായൂരപ്പ, ഭൂമിഭൃതാം രാജാക്കന്മാർ, അനാഥ ശരണായ അനാഥർക്ക് ശരണാഗതനായ അനാഥ ബന്ധുവായ ഹേ അങ്ങേക്കായി, കമപി പുരുഷം ഒരാളെ, ഒരു ദൂതനെ, പ്രാഹിണോത് അയച്ചു, അയാചത എന്നിട്ട് യാചിച്ചു, ശ്രീകൃഷ്ണനോട് യാചിച്ചു, അപേക്ഷിച്ചു. സ ആ ദൂതൻ, മാഗധ ക്ഷപണം ഏവ മാഗധന്റെ, മഗധ രാജാവിന്റെ, ജരാസന്ധന്റെ വധത്തെ തന്നെ, കിം ഭൂയസ എന്തിന് അധികം. ശ്ലോകാർത്ഥം. ഹേ സർവീശ്വര, പിന്നീട് മഗധ രാജാവായ ജരാസന്ധനാൽ തടങ്കലാക്കപ്പെട്ട് വളരെ ക്ലേശിച്ചു കൊണ്ടിരുന്ന 20,800 രാജാക്കന്മാർ, അനാഥർക്ക് ആശ്രയമായ അങ്ങയുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. എന്തിനധികം, ആ ദൂതൻ ജരാസന്ധനെ അങ്ങ് വധിക്കണമേ എന്ന് അപേക്ഷിച്ചു. ശ്ലോകം 2. യയാസുരഭിമാഗതം തദനു നാരദോദീരിതാദ് യുധിഷ്ഠിരമഖോദ്യമാദുഭയകാര്യപര്യാകുലഃ വിരുദ്ധജൈനോദ്ധ്വരാദുഭയസിദ്ധിരിത്യുദ്ധവേ ശശംസുഷി നിജൈ സമം പുരമിയേദയൗധിഷ്ഠിരീം. യയാസുർ യുദ്ധത്തിന് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന, പടപ്പുറപ്പാടിനായി ആഗ്രഹിക്കുന്ന, അഭിമാഗതം മാഗധന് നേർക്ക്, ജരാസന്ധന് നേരെ, തദനു അതിനുശേഷം, നാരദോത് ഈരിതാത് നാരദ ഋഷി പറഞ്ഞ പ്രകാരം, നാരദ ഋഷിയുടെ വചനമനുസരിച്ച്, യുധിഷ്ഠിര മഖ ഉദ്യമാത് യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്താൻ ഉദ്യമിക്കുന്നത് അറിഞ്ഞ്, ഉഭയ കാര്യപര്യാകുല 2 കാര്യങ്ങളെയും നന്നായി പര്യാലോചിച്ച്, വിരുദ്ധ ജൈന വിരുദ്ധരെ, ശത്രുക്കളെ ജയിച്ചിട്ട്, അധ്വരാത് നടത്തേണ്ട യാഗം കൊണ്ട്, ഉഭയസിദ്ധി ഇതി 2 കാര്യങ്ങളും സാധിക്കാമെന്ന്, ഉദ്ധവേ ഉദ്ധവർ, ശശംസുഷി അഭിപ്രായപ്പെട്ടപ്പോൾ, നിജൈ സമം തന്റെ ജനങ്ങളോടുകൂടി, പുരം ഇയേത യഥൗഷ്ഠിരീം യുധിഷ്ഠിരപുരിയെ, അതായത് ഇന്ദ്രപ്രസ്ഥത്തെ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. ജരാസന്ധന്റെ നേർക്ക് യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങ് ശ്രീകൃഷ്ണൻ, പിന്നെ യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് നാരദർഷി പറഞ്ഞതറിഞ്ഞ്
ആദ്യം രാജസൂയത്തിൽ പങ്കെടുക്കണമോ അതോ ജരാസന്ധനെ വധിക്കാൻ പോകണമോ എന്ന് സംശയിച്ച് ഏത് ആദ്യം ചെയ്യണമെന്ന കാര്യത്തിൽ കുഴങ്ങി ആകുലനായപ്പോൾ ശത്രുജയം കഴിഞ്ഞു നടത്തേണ്ട രാജസൂയയാഗം കൊണ്ട് രണ്ടു കാര്യങ്ങളും സാധിക്കാം എന്ന് ഉദ്ധവർ പറഞ്ഞതോടുകൂടി യുധിഷ്ഠിരന്റെ രാജധാനിയായ ഇന്ദ്രപ്രസ്ഥത്തിൽ സ്വജനങ്ങളോടുകൂടി എത്തിച്ചേർന്നു. ശ്ലോകം 3. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹിം ഭവദപാംഗസംവർദ്ധിതൈഃ ശ്രിയം നിരുപമം വകൻ അഹഹ ഭക്തദാസായിതം ഭവന്തമയിമാഗതേ പ്രഹിതവാൻ സ ഭീമാർജുനം. അശേഷ ദയിതായുധേ എല്ലാ പത്നിമാരോടുമൊത്ത് ഭഗവാൻ കൃഷ്ണൻ തന്റെ എല്ലാ പത്നിമാരോടുമൊത്ത് ത്വയി അങ്ങ് ശ്രീകൃഷ്ണൻ സമാഗതേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ ധർമ്മജോ ധർമ്മപുത്രർ യുധിഷ്ഠിരൻ വിജിത്യ സഹചൈർ മഹിം അനുജന്മാരെ കൊണ്ട് ഭൂമിയെ എല്ലാം കീഴടക്കിയിട്ട് വിജയിച്ചിട്ട് ഭവത് അഭാംഗ സംവർദ്ധിതേ അങ്ങയുടെ കടാക്ഷത്താൽ ഏറ്റവും വർദ്ധിക്കപ്പെട്ടതായ ശ്രീയം നിരുപമാം അളവറ്റ രാജശ്രീയെയും ഉപമയില്ലാത്ത തുല്യതയില്ലാത്ത വഹൻ വഹിക്കുന്ന അഹഹ അത്ഭുതം അത്ഭുതം ഭക്തദാസായുധം ഭക്തന്മാരുടെ ദാസത്വം സ്വീകരിച്ച് ഭവന്തം അയി ഹേ ഭഗവാനെ അങ്ങ് മാഗതേ മാഗധരാജന്റെ സമീപം പ്രഹിതവാൻ അയക്കപ്പെട്ടവനായി സ ഭീമാർജുനം ഭീമനോടും അർജുനനോടും കൂടി. ഇനി ശ്ലോകാർത്ഥം. അല്ലയോ ഹേ ഭഗവാനെ അങ്ങ് സമസ്ത പത്നിമാരോടും കൂടി എഴുന്നള്ളിയപ്പോൾ അങ്ങയുടെ കടാക്ഷത്താൽ ഉത്തേജിതനായ അനുജന്മാരെ കൊണ്ട് ഭൂമിയെ കീഴടക്കി ദിഗ്വിജയം നടത്തി അനുഭവമായ അളവറ്റതായ രാജശ്രീയെ വഹിച്ചനുഭവിച്ച ധർമ്മപുത്രർ ഭക്തന്മാർക്ക് ഏവർക്കും ദാസനായി ചമയുന്ന അങ്ങയെ ഭീമാർജുനന്മാരോടുകൂടി ജരാസന്ധനടുത്തേക്ക് അയച്ചു. ഇത് അത്ഭുതം മഹാത്ഭുതം. ശ്ലോകം 4. ഗിരിവ്രജപുരം ഗദാസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗധം അപൂർണസുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ സഹജിഷ്ണുനാ ത്വമഭിരാജയുദ്ധ്വാ സ്ഥിതഃ. ഗിരിവ്രജപുരം മഗധ രാജധാനിയിൽ ഗദ തദനു പിന്നെ പോയിട്ട് ദേവ ഹേ ദേവ ശ്രീകൃഷ്ണ യൂയം ത്രയോ നിങ്ങൾ 3 പേരും ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും യയാച സമരോത്സവം ദ്വന്ദ്വയുദ്ധമാകുന്ന ഉത്സവത്തെ ആവശ്യപ്പെട്ടു. ദ്വിജം ഈഷേണ ദ്വിജന്മാർ ബ്രാഹ്മണന്മാർ എന്ന വ്യാജേന തം മാഗധം ആ ജരാസന്ധനോട് അപൂർണ സുഹൃതം സുഹൃതം പൂർണമായിട്ടില്ലാത്ത ഥു അമു ഇവനെയാകട്ടെ പവനജേന പവനപുത്രനോട് ഭീമസേനോട് സംഗ്രാമയൻ യുദ്ധം ചെയ്യിച്ചിട്ട് നിരീക്ഷിക്കുന്നവനായി സഹ ജിഷ്ണുന അർജുനനോടുകൂടി ത്വം അഭി അങ്ങും ശ്രീകൃഷ്ണനും രാജയുദ്ധ രാജാക്കന്മാരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നവനായി സ്ഥിതി ചെയ്തു. ശ്ലോകാർത്ഥം. ഹേ ദേവാ ശ്രീകൃഷ്ണ പിന്നെ നിങ്ങൾ 3 പേരും ബ്രാഹ്മണർ എന്ന വ്യാജേന ഗിരിവ്രജത്തിൽ ചെന്നിട്ട് ആ മഗധരാജൻ ജരാസന്ധനോട് ദ്വന്ദ്വയുദ്ധമാകുന്ന ഉത്സവത്തെ ആവശ്യപ്പെട്ടു. സുഹൃതം പൂർണമല്ലാതിരുന്ന ആ ജരാസന്ധനെ ഭീമനുമായി യുദ്ധം ചെയ്യിച്ചിട്ട് അങ്ങ് ആകട്ടെ അർജുനനോടുകൂടി രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്ന ഒരു നിരീക്ഷകനായി സ്ഥിതി ചെയ്തു. ജരാസന്ധനെ വധിക്കാൻ നേരിട്ടുള്ള സേനായുദ്ധത്തെ ഒഴിവാക്കി ദ്വന്ദ്വയുദ്ധത്തിനാണ് ശ്രീകൃഷ്ണന്റെ ശ്രമം. ശ്രീകൃഷ്ണൻ
ഭീമസേനനോടും അർജുനനോടും കൂടി ജരാസന്ധന്റെ അദ്ദേഹത്തിന്റെ രാജധാനിയായ ഗിരിവ്രജത്തിലെത്തി തങ്ങൾ ബ്രാഹ്മണരാണെന്ന് ധരിപ്പിച്ചു. ജരാസന്ധൻ അവർക്ക് ഇഷ്ടമുള്ള വരം വരിക്കാൻ അനുഗ്രഹം നൽകി. ദ്വന്ദ്വയുദ്ധമാണ് വരമായി അവർ വരിച്ചത്. ജരാസന്ധൻ അവരുടെ ആഗ്രഹം സ്വീകരിച്ചു. അപ്പോൾ അവർ തങ്ങളുടെ വ്യക്തിവിവരം വെളിപ്പെടുത്തി. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭീരു എന്ന് പറഞ്ഞ് ജരാസന്ധൻ തള്ളിക്കളഞ്ഞു. അർജുനനെ പ്രായം കുറഞ്ഞവൻ എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. ഭീമനെ എതിരാളിയായി സ്വീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ മാത്രമായിരുന്നു. ജരാസന്ധന്റെ സുഹൃതം ശ്രീകൃഷ്ണനുമായി യുദ്ധം ചെയ്ത് മോക്ഷം വരിക്കാൻ തക്ക പൂർണ്ണമായിരുന്നില്ല. അതിനാലാണ് ഭീമസേനനുമായി ജരാസന്ധനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയും ജരാസന്ധനെ വധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തത്. ശ്ലോകം 5. അശാന്തസമരോദ്ധതം വിടപപാടനാ സംജ്ഞയാ നിപാത്യ ജരസസുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതീന്മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിതഗതസ്പൃകാനഭിജധർമ്മഗുപ്തൈ ഭുവഃ. അശാന്ത, അടങ്ങാത്ത, ഉഗ്രമായ സമര യുദ്ധത്തിൽ ഉദ്ധതം, ഔദത്യം, മികവ്, വിടപ, മരച്ചില്ലയെ, പാടനാ സ്വപ്നയ, പിളർക്കുക എന്ന അടയാളം കാട്ടിക്കൊടുത്ത്, നിപാത്യ, വീഴ്ത്തിയിട്ട് വധിച്ചിട്ട്, ജരസസുതം, ജരസയുടെ പുത്രൻ ജരാസന്ധനെ, പവനജേന, പവനപുത്രനാൽ, വായുപുത്രനായ ഭീമസേനനാൽ, നിഷ്പാടിതം, പാടനം ചെയ്ത് പിളർന്ന്, വിമുച്യ നൃപതിർമുധാ, തടങ്കലിലായിരുന്ന രാജാക്കന്മാരെ സ്വതന്ത്രരാക്കി സന്തോഷിപ്പിച്ച്, സമ അനുഗ്രഹ്യ, അനുഗ്രഹിച്ചിട്ട്, ഭക്തിം പരാം, പരമമായ ഭക്തിയെ, ഉത്കൃഷ്ടമായ ഭക്തിയെ ആശീർവദിച്ച്, ദിദേശിത, നിയോഗിച്ചു, കൊടുത്തു, ഗതസ്പൃഹാൻ അഭി, ആഗ്രഹങ്ങൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ധർമ്മഗുപ്തൈ, ധർമ്മത്തിന്റെ ഗോപനത്തിനായി, ധർമ്മ സംരക്ഷണത്തിനായി, ഭുവ, ഭൂമിയെ, രാജ്യത്തെ, രാജാക്കന്മാർക്ക് അവരവരുടെ രാജ്യങ്ങളെ. ശ്ലോകാർത്ഥം. ഉഗ്രമായ ആ ദ്വന്ദ്വയുദ്ധത്തിൽ ഔദത്യം പൂണ്ട ആ ജരസാപുത്രനെ ഒരു മരച്ചില്ല് പിളർന്ന് സ്വപ്ന നൽകിയിട്ട് ഭീമസേനനെ കൊണ്ട് രണ്ടായി പിളർത്തി കൊന്നു വീഴ്ത്തി. പിന്നെ തടങ്കലിലായിരുന്ന രാജാക്കന്മാരെ മോചിപ്പിച്ച് സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ഭഗവാനിൽ പരമഭക്തിയെ ദാനം ചെയ്തു. ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവരായിരുന്നു എങ്കിലും അവരെ സ്വധർമ്മ പരിപാലനത്തിനായി അവരവരുടെ രാജ്യത്തെ അവരവർക്ക് തന്നെ നിയോഗിച്ചു നൽകി. പണ്ട് മഗധ രാജാവായിരുന്ന ബൃഹദ്രഥന് സന്തതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ചണ്ഡകൗശികൻ എന്ന മുനി പുത്രലബ്ധിക്കായി ഒരു മാമ്പഴം നൽകി. രാജാവിന് 2 പത്നിമാർ ഉണ്ടായിരുന്നു. ആ പഴം പകുതി പകുത്തെടുത്ത് ആ 2 പത്നിമാർക്കുമായി രാജാവ് നൽകി. 2 പേരും അർദ്ധ ശിശുക്കളെയാണ് പ്രസവിച്ചത്. ഒരു ദാസി ജീവനറ്റ ആ കുഞ്ഞുങ്ങളെ പട്ടിൽ പൊതിഞ്ഞ് വനത്തിൽ ഉപേക്ഷിച്ചു. ആ വഴി വന്ന ജര എന്ന രാക്ഷസി ആ ശിശുശകലങ്ങളെ ചേർത്ത് വെച്ച് ഒരു പൂർണ്ണ ശിശുവാക്കി ബൃഹദ്രഥ രാജാവിന് തന്നെ നൽകി. ജര സംബന്ധിപ്പിച്ച, യോജിപ്പിച്ച ആ ശിശു ജരാസന്ധനായി. ഈ ജരാസന്ധൻ പിന്നീട് വീരശൂര പരാക്രമിയായി. അവനെ വധിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ആ ജരാസന്ധനോടാണ് ശ്രീകൃഷ്ണൻ ഭീമസേനനെ ദ്വന്ദ്വയുദ്ധത്തിന് അയക്കുന്നത്. ആ ദ്വന്ദ്വയുദ്ധം 27 ദിനങ്ങൾ നീണ്ടുനിന്നു. സൂര്യാസ്തമയത്തോടെ യുദ്ധം നിർത്തി ഇരുവരും സൗഹാർദ്ദപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. യുദ്ധത്തിൽ ജരാസന്ധനാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത്. യുദ്ധത്തിനിടയ്ക്ക് ആർക്കും ഇടപെടാൻ കഴിയുമായിരുന്നുമില്ല. എന്നാലും ഭഗവാൻ കൃഷ്ണൻ
ഒരു മരച്ചില്ല ചീന്തി രണ്ടായി പകുത്ത് കാണിച്ചപ്പോൾ ആ സ്വപ്നം മനസ്സിലാക്കിയ ഭീമസേനൻ ജരാസന്ധന്റെ ഒരു കാലിൽ ചവിട്ടി മറ്റേ കാലിനെ വലിച്ച് ജരാസന്ധനെ രണ്ടായി പിളർന്നിട്ടു. എന്നാൽ ഉടനെ തന്നെ രണ്ടു ഖണ്ഡങ്ങളും കൂടിച്ചേർന്ന് ജരാസന്ധൻ പൂർവാവേശത്തോടെ യുദ്ധത്തിന് വന്നു. ഇത്തവണ കൃഷ്ണൻ മരച്ചില്ല പിളർന്ന് വിപരീത ദിശയിലേക്ക് എറിഞ്ഞ് സ്വപ്നം നൽകി. ഭീമസേനൻ മുന്നിലെ പോലെ ജരാസന്ധനെ കാലിൽ പിടിച്ച് പിളർന്ന് രണ്ടാക്കിയിട്ട് ഖണ്ഡങ്ങൾ വിപരീത ദിശയിലേക്ക് എറിഞ്ഞു. ജരയുടെ മന്ത്രവാദത്താൽ സൃഷ്ടിതമായ സന്ധി തകരുകയും ജരാസന്ധൻ കൊല്ലപ്പെടുകയും ചെയ്തു. ജരാസന്ധന്റെ മകൻ സഹദേവനെ രാജാവാക്കി വാഴിച്ചിട്ട് തടവിലുള്ള രാജാക്കന്മാരെ എല്ലാം മോചിപ്പിച്ച് അവർക്കെല്ലാം അനുഗ്രഹങ്ങളും നൽകി. ആഗ്രഹങ്ങളൊന്നും ഒട്ടുമില്ലാതിരുന്നിട്ടും അവർക്ക് അവരവരുടെ രാജ്യങ്ങൾ തിരികെ നൽകി ആ രാജാക്കന്മാരെ സന്തോഷിപ്പിച്ചു. ശ്ലോകം 6. പ്രചകൃഷി യുധിഷ്ഠിരേ തദനുരാജസൂയാധ്വരം പ്രസന്നമൃദഗീഭവത് സകലരാജഗവ്യാകുലം ത്വമപ്യൈ ജഗത്പദേ ദ്വിജപദാവനേജാധികം ചഗർത്ഥ കിമു കഥ്യതേ നൃപവരസ്യ ഭാഗ്യോന്നതിഃ. പ്രചകൃഷി വർണ്ണാഭമായി കെങ്കേമമായി നടത്തവേ യുധിഷ്ഠിരേ യുധിഷ്ഠിരൻ തദനു അനന്തരം രാജസൂയ അധ്വരം രാജസൂയം എന്ന യാഗം പ്രസന്ന വ്രതകീഭവത് സന്തോഷത്തോടെ ഭൃത്യഭാവം പൂണ്ട സകല രാജക വ്യാകുലം സകല രാജവൃന്ദങ്ങളോടും കൂടി ത്വമഭി അവിടുന്നും ശ്രീകൃഷ്ണനും കൂടി ഐ ജഗത്പദേ അല്ലയോ ജഗത്നാഥ ദ്വിജപദ ബ്രാഹ്മണന്മാരുടെ പാദങ്ങളെ അവനേജനം ചെയ്യുക ക്ഷാളനം ചെയ്യുക കഴുകുക അധികം ആദിയായവ ചകർത്ത വളരെ നന്നായി ചെയ്തു കിമു കദ്യതേ എന്തു പറയാനാണ് നൃപവരന്റെ ധർമ്മപുത്രന്റെ ഭാഗ്യ ഉന്നതി ഭാഗ്യത്തിന്റെ ഉയർച്ച. ശ്ലോകാർത്ഥം അനന്തരം ധർമ്മപുത്രർ മനപ്രസാദത്തോടെ ഭൃത്യഭാവം കൈക്കൊണ്ടവരുമായ രാജവൃന്ദത്താൽ ആവൃതരായി രാജസൂയയാഗം വർണ്ണാഭമായി കഴിക്കാൻ ആരംഭിച്ചപ്പോൾ അല്ലയോ ലോകാധിനാഥ ശ്രീകൃഷ്ണ അവിടുന്നും കൂടി ബ്രാഹ്മണരുടെ പാദാവനേജനം ആദി കർമ്മങ്ങൾ ചെയ്തു. രാജശ്രേഷ്ഠനായ ധർമ്മപുത്രരുടെ ഭാഗ്യോന്നതിയെ കുറിച്ച് എന്തു പറയേണ്ടു? ശ്ലോകം 7. തദസ്സവനകർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹദേവ വാഗ് അനുഗതഃ സധർമാത്മജഃ വ്യധത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനെ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദദൗ. തഥാ അപ്പോൾ അനന്തരം സവനകർമ്മണി യാഗകർമ്മത്തിൽ പ്രവരമായ ശ്രേഷ്ഠമായ അഗ്രപൂജാവിധിയെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ പൂജിക്കുന്ന യാഗത്തിലെ ചടങ്ങിനെ കാര്യവിചാരം ചെയ്തിട്ട് ആലോചിച്ചിട്ട് സഹദേവന്റെ വാക് അനുഗത വാക്കിനെ അനുസരിച്ച് സധർമാത്മജ ആ ധർമ്മപുത്രർ വെദത്ത ഭവതേ മുധ ഭവാനായ അങ്ങയെ സന്തോഷത്തോടെ അഗ്രപൂജ ചെയ്തു. സദസ്സിൽ വിശ്വഭൂതാത്മനെ ലോകത്തിലെ സകല ജീവന്റെയും ആത്മാവായ തഥാ അപ്പോൾ സസുരമാനുഷം ദേവന്മാരോടും മനുഷ്യന്മാരോടും കൂടിയ ഭുവനം ഏവ ലോകം തന്നെ തൃപ്തിം ദദൗ സംതൃപ്തിയെ ധരിച്ചു. ശ്ലോകാർത്ഥം അനന്തരം യാഗകർമ്മത്തിൽ ചെയ്യേണ്ടുന്ന ശ്രേഷ്ഠമായ അഗ്രപൂജയെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ധർമ്മപുത്രർ അനുജനായ സഹദേവന്റെ വാക്കുകൾ അനുസരിച്ച് വിശ്വഭൂതാത്മാവായ ശ്രീകൃഷ്ണനെ തന്നെ അഗ്രപൂജ ചെയ്തു.
അപ്പോൾ ദേവന്മാരും മനുഷ്യരും ചേർന്ന ലോകമാകെ സംതൃപ്തിയെ ധരിച്ചു, സംതൃപ്തി പൂണ്ടു. ശ്ലോകം 8. തദസപതി ചേദിപോ മുനി നൃപേഷു തിഷ്ടത്സ്വഹോ സഭാജയതി കോ ജഡ പശുപദുർദുരൂഢം വടും ഇതി ത്വയി സദുർവചോ വിദതിമുദ്വമന്നാസനാദ് ഉദാപദുദായുധ സമപദന്നമും പാണ്ഡവാഃ. തദസപതി അപ്പോൾ പെട്ടെന്ന് ചേദിഭോ ചേതി രാജാവ് ശിശുപാലൻ, ഈ ശിശുപാലൻ രുക്മിണിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് കുണ്ഠിനത്തിൽ നിന്ന് നിരാശനായി മടങ്ങിയിരുന്നു. മുനി നൃപേഷു അനേകം മുനിമാരും രാജാക്കന്മാരും തിഷ്ടസ്സു അഹോ ആശ്ചര്യത്തോടെ നിൽക്കവേ സഭാ ജയതി കോ ജഡ ഏത് ജലനാണ് പൂജിക്കുക, പശുപ ദുർദുരൂഢം വടും ഇടയനും ദുരാചാരനുമായ ഈ ചെറുക്കനെ, ഇതി ത്വയി ഇങ്ങനെ അങ്ങയിൽ, സദുർവചോ വിദധിം ആ ശകാരവാക്ക് സമൂഹത്തെ ഉതിർത്ത് ഉദ്വമൻ ഉദ്വമിപ്പിച്ചിട്ട് ഉപമിപ്പിക്കുന്നവനായിട്ട്, ആസനാത് ആസനത്തിൽ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന്, ഉദാപതത് ഉയർന്നു ചാടി, ഉദ ആയുധ ആയുധം ഉയർത്തിപ്പിടിച്ച്, സമപതൻ അമും ഇവന്റെ നേർക്ക് ചാടി വീണു. പാണ്ഡവാഹ ആ പാണ്ഡവന്മാർ. ശ്ലോകാർത്ഥം. തത്സമയം ചേതി രാജാവ് ശിശുപാലൻ പെട്ടെന്ന് എത്രയോ മുനിമാരും രാജാക്കന്മാരും നിൽക്കേ ഇടയനും ദുരാചാരനുമായ ഒരു ചെറുക്കനെ ഏത് കൊള്ളരുതാത്തവനാണ് പൂജിക്കുക എന്നും മറ്റും കൃഷ്ണനെ കുറിച്ച് ശകാരവാക്കുകൾ ഉതിർത്ത് ആയുധം ഉയർത്തി ഇരിപ്പിടത്തിൽ നിന്ന് ഉയർന്നു ചാടിയപ്പോൾ അവനെ പാണ്ഡവന്മാർ നേരിട്ടു. ശ്ലോകം 9. നിവാര്യ നിജപക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണഃ ത്വമേവ ജകൃഷേ ശിരോദനുജദാരിണാ സ്വാരിണാ ജനുസ്ത്രിദയലബ്ധയാ സദത ചിന്തയാ ശുദ്ധദീഹേ ത്വയാ സ പരമേകദാമധൃതയോഗിനാം ദുർലഭാം. നിവാര്യ തടഞ്ഞിട്ട്, നിജപക്ഷകാൻ തന്റെ പക്ഷത്തുള്ളവരെയെല്ലാം, അഭിമുഖസ്യ നേരിട്ടു വന്ന, വിദ്വേക്ഷിണ ദേക്ഷിക്കുന്നവന്റെ ശത്രുവിന്റെ, ത്വം ഏവ അങ്ങു തന്നെ, ജഗൃഷേ ശിരോ ശിരസിനെ ഛേദിച്ചു, ധനുജധാരിണ ധനുജരെ രാക്ഷസന്മാരെ പിളർക്കുന്ന, സ്വ അരിണ സ്വാരിണ സ്വചക്രം കൊണ്ട്, ജനു ത്രിധയ ലബ്ധയാ 3 ജന്മങ്ങളായി ലബ്ധമായ, ആദ്യജന്മം ഹിരണ്യകശിപുവായിരുന്നു, രണ്ടാമത്തെ ജന്മം രാവണനായിരുന്നു, മൂന്നാമത്തെ ജന്മം ശിശുപാലനായിട്ട്. സതത ചിന്തയാ നിരന്തരമായ ചിന്തയാൽ, ദശകം 11:6 സംരംഭയോഗേന ഭവത്സ്മരണ വരമായി ലഭിച്ചു. ശത്രുതാഭാവത്തിൽ നിരന്തരം ഈശ്വരസ്മരണ 3 ജന്മങ്ങളിലായി ഉണ്ടായി. പിന്നെ സായുജ്യവും. ശുദ്ധധീ ശുദ്ധമായ ധീയുള്ളവനായി, ശുദ്ധമനസ്കനായി, ത്വയാ അങ്ങയോടുകൂടി, സപരം ഏകതാം ആ പരമമായ ഐക്യത്തെ, അധൃത ധരിച്ചു കൈക്കൊണ്ടു, യോഗിനാം ദുർലഭം യോഗികൾക്ക് പോലും ദുർലഭമായ. ശ്ലോകാർത്ഥം. ഭഗവത് പക്ഷക്കാരനായ പലരും പാണ്ഡവന്മാരോടൊപ്പം ശിശുപാലനെ നേരിട്ടു. അവരെയെല്ലാം തടഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ തന്നെ രാക്ഷസരെ പിളർക്കുന്ന തന്റെ ചക്രം കൊണ്ട് അവന്റെ ശിരസ്സിനെ ഛേദിച്ചു. അവൻ 3 ജന്മങ്ങളിലായി ഹിരണ്യകശിപുവായും രാവണനായും പിന്നെ ശിശുപാലനായും നിരന്തരമായ സംരംഭയോഗേനയുള്ള ഭഗവത് ചിന്തയാൽ ശുദ്ധബുദ്ധിമാനായി യോഗികൾക്കു കൂടി ദുർലഭമായ ശ്രേഷ്ഠമായ ഭഗവത് ഐക്യത്തെ പ്രാപിച്ചു. വസുദേവരുടെ സഹോദരി ശ്രുതസവസിന്റെ പുത്രനാണ് ചേതി രാജാവായ ശിശുപാലൻ. ഈ ശിശുപാലന്റെ അമ്മാവന്റെ മകനാണ് ശ്രീകൃഷ്ണൻ. എന്നിട്ടും അവന് ശ്രീകൃഷ്ണനോടുള്ള വൈരം
ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ ഭഗവാനോടുള്ള ശത്രുതാഭാവം അവന് 3 ജന്മങ്ങളിൽ ശാപമായി ലഭിച്ചിരുന്നു. ഈ അവസാനത്തെ ജന്മത്തിൽ അവൻ ഭഗവാന്റെ കൈക്കൊണ്ട് തന്നെ മരണം വരിച്ച് അവസാന മുക്തി നേടുകയും ചെയ്തു. ശ്ലോകം 10. തദസ്സുമഹിതേ ത്വയാ ക്രതുവരേ നിരൂഢേ ജനോ യയൗ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇത്യാലപൻ ഖലസ്സതു സുയോധനോ ദുദമനാസഭഗ്നശ്രിയാ മയാർപ്പിതസഭാമുഖേ സ്ഥലജലഭ്രമാദഭ്രമീത്. തഥ പിന്നീട് സുമഹിതേ വളരെ മഹത്തായ ത്വയാ അങ്ങയാൽ ക്രതുവരെ ശ്രേഷ്ഠമായ യാഗം നിരൂഢേ വേണ്ട പോലെ നടത്തപ്പെട്ടപ്പോൾ ജനോ യയൗ ജനങ്ങൾ പോയി ജയതി ധർമ്മജോ ധർമ്മപുത്രർ ജയിക്കട്ടെ ജയിക്കട്ടെ ജയതി കൃഷ്ണ ശ്രീകൃഷ്ണൻ ജയിക്കട്ടെ ജയിക്കട്ടെ ഇതി ആലഭൻ ഇങ്ങനെ ആലപിച്ചിട്ട് ഖലസ തു സുയോധനോ ഖലനായ ദുഷ്ടനായ സുയോധനനാകട്ടെ ദുര്യോധനനാകട്ടെ ദുദമന ഇളകിയ മനസ്സുമായി അസ്വസ്ഥ ചിത്തനായി സ പത്നശ്രിയ തന്റെ ശത്രുക്കൾ പാണ്ഡവരുടെ ഐശ്വര്യത്തെ ദർശിച്ചിട്ട് മയാ അർപ്പിത മയനാൽ നിർമ്മിച്ചു കൊടുത്ത സഭാമുഖേ രാജസഭയുടെ മുന്നിൽ സ്ഥലജലഭ്രമാദ് സ്ഥലജലഭ്രമം കൊണ്ട് അഭ്രമേത് പരിഭ്രമിച്ചു. ശ്ലോകാർത്ഥം. അനന്തരം അതിശ്രേഷ്ഠമായ ആ രാജസൂയ യാഗം അങ്ങയാൽ വേണ്ട പോലെ നടത്തപ്പെട്ടു. അപ്പോൾ ധർമ്മപുത്രർ ജയിക്കട്ടെ ശ്രീകൃഷ്ണൻ ജയിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മടങ്ങിപ്പോയി. ദുഷ്ടനായ ആ ദുര്യോധനനാകട്ടെ ശത്രുക്കളുടെ ഐശ്വര്യം ദർശിച്ച് അസ്വസ്ഥ മനസ്കനായി മയൻ നിർമ്മിച്ചു കൊടുത്ത ആ രാജസഭയുടെ മുമ്പിൽ സ്ഥലവും ജലവും തിരിച്ചറിയാതെ പരിഭ്രമിച്ച് നിന്നുപോയി. ശ്ലോകം 11. തദാ ഹസിതമുദ്ധിതം ദ്രുപദനന്ദനാ ഭീമയോഃ അവാംഗകലയാ വിഭോ കിമപി താപദുജൃംഭയൻ ധരാപരനിരാകൃതൗ സപദി നാമ ബീജം ബപൻ ജനാർദ്ദനമരുത്പുരീ നിലയ പാഹി മാമയാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തഥാ അപ്പോൾ ഹസിതം ഉത്ഥിതം ഉയർന്നു വന്ന ചിരിയെ ഹാസത്തെ ദ്രുപദനന്ദന ദ്രുപദപുത്രിയായ പാഞ്ചാലിക്കും ഭീമയോ ഭീമസേനനും അഭാംഗകലയ കടക്കണ്ണോട്ടത്തിന്റെ അംശം കൊണ്ട് വിഭോ ഹേ വിഭുവായ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ കിം അപി താവത് അങ്ങും കൂടി ഉജ്ജംഭയൻ പ്രോത്സാഹിപ്പിച്ചു. ധരാബര ഭൂഭാരത്തെ നിരാകൃതോ നശിപ്പിക്കുന്നതിനുള്ള സപതിനാമ വേഗത്തിൽ തന്നെ ബീജം വഭൻ വിത്ത് വിതയ്ക്കുന്നവനായ ജനാർദ്ദന ഹേ ജനാർദ്ദന മരുത്പുരി നിലയ ഗുരുവായൂരപ്പ പാഹി രക്ഷിച്ചാലും മാം എന്നെ ആമയാത് ആമയങ്ങളിൽ നിന്ന് രോഗബാധയിൽ നിന്ന്. ശ്ലോകാർത്ഥം. ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ അപ്പോൾ ദ്രൗപദിക്കും ഭീമസേനനും ഉണ്ടായ ചിരിയെ അങ്ങ് അവിടുത്തെ കടക്കണ്ണോട്ടത്തിന്റെ അംശം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവനായി ഭൂഭാരത്തെ നശിപ്പിക്കുന്നതിന് വേഗം തന്നെ വിത്ത് വിതയ്ക്കുന്നവനായ ഹേ ജനാർദ്ദന ശ്രീ ഗുരുവായൂരപ്പ എന്നെ ആമയങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.